പുറപ്പാട് പുസ്തകം അദ്ധ്യായം 7. യഹോവ മോശെയോട് അരുളിച്ചെയ്തത്, നോക്കൂ, ഞാൻ നിന്നെ ഫറവോന് ദൈവത്തെപ്പോലെ ആക്കിയിരിക്കുന്നു. നിന്റെ സഹോദരൻ അഹരോൻ നിനക്ക് പ്രവാചകനായിരിക്കും. ഞാൻ നിന്നോട് കല്പിക്കുന്നതൊക്കെയും നീ പറയണം. നിന്റെ സഹോദരനായ അഹരോൻ യിസ്രായേൽ മക്കളെ തന്റെ ദേശത്തുനിന്ന് വിട്ടയയ്ക്കുവാൻ ഫറവോനോട് പറയണം. എന്നാൽ ഞാൻ ഫറവോന്റെ ഹൃദയം കഠിനമാക്കും. ഈജിപ്റ്റിൽ ഞാൻ വളരെ അടയാളങ്ങളും അത്ഭുതങ്ങളും കാണിക്കും. ഫറവോൻ നിങ്ങളുടെ വാക്ക് കേൾക്കുകയില്ല. ഞാൻ ഈജിപ്റ്റിനുമേൽ എന്റെ കൈവച്ച് വലിയ ശിക്ഷാവിധികളാൽ എന്റെ ഗണങ്ങളെ, എന്റെ ജനമായ യിസ്രായേൽ മക്കളെ തന്നെ ഈജിപ്റ്റിൽ നിന്ന് പുറപ്പെടുവിക്കും. അങ്ങനെ ഞാൻ എന്റെ കൈ ഈജിപ്റ്റിനുമേൽ നീട്ടി യിസ്രായേൽ മക്കളെ അവരുടെ ഇടയിൽനിന്ന് പുറപ്പെടുവിക്കുമ്പോൾ ഞാൻ യഹോവ എന്ന് ഈജിപ്റ്റുകാർ അറിയും. മോശെയും അഹരോനും യഹോവ അവരോട് കല്പിച്ചതുപോലെ ചെയ്തു. അവർ അങ്ങനെ തന്നെ ചെയ്തു. അവർ ഫറവോനോട് സംസാരിച്ച കാലത്ത് മോശെക്ക് 80 വയസ്സും അഹരോന് 83 വയസ്സും ആയിരുന്നു. യഹോവ മോശെയോടും അഹരോനോടും, ഫറവോൻ നിങ്ങളോട് ഒരു അത്ഭുതം കാണിക്കുവിൻ എന്ന് പറഞ്ഞാൽ നീ അഹരോനോട് നിന്റെ വടി എടുത്ത് ഫറവോന്റെ മുൻപാകെ നിലത്തിടുക എന്ന് പറയണം. അത് ഒരു സർപ്പമായി തീരും എന്ന് കല്പിച്ചു. അങ്ങനെ മോശെയും അഹരോനും ഫറവോന്റെ അടുക്കൽ ചെന്ന് യഹോവ അവരോട് കല്പിച്ചതുപോലെ ചെയ്തു. അഹരോൻ തന്റെ വടി ഫറവോന്റെയും അവന്റെ ഭൃത്യന്മാരുടെയും മുൻപാകെ നിലത്തിട്ടു. അത് സർപ്പമായി തീർന്നു. അപ്പോൾ ഫറവോൻ വിദ്വാൻമാരെയും മന്ത്രവാദികളെയും വിളിപ്പിച്ചു. ഈജിപ്റ്റിലെ മന്ത്രവാദികളായ ഇവരും അവരുടെ മന്ത്രവാദത്താൽ അതുപോലെ ചെയ്തു. അവർ ഓരോരുത്തൻ അവനവന്റെ വടി നിലത്തിട്ടു. അവയും സർപ്പങ്ങളായി തീർന്നു. എന്നാൽ അഹരോന്റെ വടി അവരുടെ വടികളെ വിഴുങ്ങിക്കളഞ്ഞു. ഫറവോന്റെ ഹൃദയമോ യഹോവ അരുളിച്ചെയ്തതുപോലെ കഠിനപ്പെട്ടു. അവൻ അവരെ ശ്രദ്ധിച്ചതുമില്ല. അപ്പോൾ യഹോവ മോശെയോട് അരുളിച്ചെയ്തത്, ഫറവോന്റെ ഹൃദയം കഠിനപ്പെട്ടിരിക്കുന്നു. ജനത്തെ വിട്ടയയ്ക്കുവാൻ അവന് മനസ്സില്ല. രാവിലെ നീ ഫറവോന്റെ അടുക്കൽ ചെല്ലുക. അവൻ വെള്ളത്തിന്റെ അടുക്കൽ ഇറങ്ങിവരും. നീ അവനെ കാണുവാൻ നദീതീരത്ത് നിൽക്കണം. സർപ്പങ്ങളായി തീർന്ന വടിയും കയ്യിൽ എടുത്തുകൊള്ളണം. അവനോട് പറയേണ്ടത് എന്തെന്നാൽ, മരുഭൂമിയിൽ എന്നെ ആരാധിപ്പാൻ എന്റെ ജനത്തെ വിട്ടയയ്ക്കുക എന്ന് കല്പിച്ച് എബ്രായരുടെ ദൈവമായ യഹോവ എന്നെ നിന്റെ അടുക്കൽ അയച്ചു. നീയോ ഇതുവരെ കേട്ടില്ല. ഞാൻ യഹോവ എന്ന് നീ ഇതിനാൽ അറിയും എന്നിങ്ങനെ യഹോവ കല്പിക്കുന്നു. ഇതാ, എന്റെ കയ്യിലുള്ള വടികൊണ്ട് ഞാൻ നദിയിലെ വെള്ളത്തിൽ അടിക്കും. അത് രക്തമായി തീരും. നദിയിലെ മത്സ്യം ചാകും. നദി നാറും. നദിയിലെ വെള്ളം കുടിക്കുവാൻ ഈജിപ്റ്റുകാർക്ക് അറപ്പ് തോന്നും. യഹോവ പിന്നെയും മോശെയോട്, നീ അഹരോനോട് പറയേണ്ടത് എന്തെന്നാൽ, നിന്റെ വടി എടുത്ത് ഈജിപ്റ്റിലെ വെള്ളത്തിന്മേൽ, അവരുടെ നദി, പുഴ, കുളം ഇങ്ങനെ അവരുടെ സകല ജലാശയങ്ങളുടെ മേലും നീട്ടുക. അവ രക്തമായി തീരും. ഈജിപ്റ്റിൽ എല്ലായിടത്തും മരപാത്രങ്ങളിലും കൽപാത്രങ്ങളിലും രക്തം ഉണ്ടാകും എന്ന് കല്പിച്ചു. മോശെയും അഹരോനും യഹോവ കല്പിച്ചതുപോലെ ചെയ്തു. അവൻ ഫറവോന്റെയും അവന്റെ ഭൃത്യന്മാരുടെയും മുൻപാകെ വടി ഉയർത്തി നദിയിലുള്ള വെള്ളത്തിൽ അടിച്ചു. നദിയിലുള്ള വെള്ളം രക്തമായി തീർന്നു. നദിയിലെ മത്സ്യം ചത്ത് നാറുകയാൽ നദിയിലെ വെള്ളം കുടിക്കുവാൻ ഈജിപ്റ്റുകാർക്ക് കഴിഞ്ഞില്ല. ഈജിപ്റ്റിൽ എല്ലായിടത്തും രക്തം ഉണ്ടായിരുന്നു. ഈജിപ്റ്റിലെ മന്ത്രവാദികളും അവരുടെ മന്ത്രവാദത്താൽ അതുപോലെ ചെയ്തു. എന്നാൽ യഹോവ അരുളിച്ചെയ്തിരുന്നതുപോലെ ഫറവോന്റെ ഹൃദയം കഠിനപ്പെട്ടു. അവൻ അവരെ ശ്രദ്ധിച്ചതുമില്ല. ഫറവോൻ തന്റെ അരമനയിലേക്ക് പോയി. ഇതും അവൻ ഗണ്യമാക്കിയില്ല. നദിയിലെ വെള്ളം കുടിക്കുവാൻ യോഗ്യമല്ലാത്തതുകൊണ്ട് ഈജിപ്റ്റുകാർ എല്ലാവരും കുടിക്കുവാൻ വെള്ളത്തിനായി നദിക്കരയിൽ പലയിടത്തും കുഴികൾ കുഴിച്ചു.